അവർ യൂട്യൂബ് ചാനൽ ഹിഷ ഫാമിലി ഫണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, നമ്മുടെ ഷെൽഫാണ് ഗേസ് നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പം ഒരു മാസത്തിന് മുൻപേ വൃത്തിയാക്കിയതാണ്, എന്നാലും ഒരു ഫുൾ അലങ്കോലായി കിടക്കും. ഇപ്പം ഞാൻ ഇന്ന് വൃത്തിയാക്കിയാണെങ്കിൽ നാളെ ഫുൾ പോവും. അപ്പം എല്ലാ വീട്ടിലും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഷെൽഫ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 3, 2, 1 ഗോ. ഇതാണ് ഷെൽഫിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓരോരോ സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ട്, അതിൽ എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അപ്പം അത്ര വൃത്തികേടില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു വൃത്തികേടായിട്ടാണുള്ളത്. അപ്പം ഇത് പുതിയ അലമാരയായിട്ട് എന്നിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. തുണിയെല്ലാം കണ്ട എൻ്റെ പൊന്നു നിങ്ങൾ തന്നെ മഹാ അത്ഭുതമായി പോകും. ഇതെൻ്റെ കുറച്ച് ആക്സസറീസ് ആണ് ഒക്കെ ഞാൻ ഇതിലിടും. പിന്നെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഏടിയ കേസ് ബലം ഉണ്ടാവാം. അപ്പം നമുക്ക് ഇത് എടുക്കാം. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഹെയർ ബാൻഡ് തരും. അപ്പോൾ ഇവിടെ എത്ര വൃത്തിയാക്കിയാലും എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഇന്ന് വൃത്തിയാക്കിയാൽ ഇന്ന് രാത്രി എന്നെ അനുകൂലമാകും. അത്രക്കും ഒരു സ്വഭാവമാണ് ഈ വീട്ടിലുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് എന്നെ പറ്റിച്ചു ഗൈസ്. ലോകം മണ്ടോത്തരിയായി പോയി ഗൈസ്. ഞാനിത് ഗെയിൻ്റെയാണ്, നമ്മൾ ആഡ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ് ഗൈസ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ലോകം മണ്ടോത്തരിയായിപ്പോയി. നല്ല അതിമനോഹരമായി നിങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. എൻ്റെ ഹെയർ ഭയങ്കര ഒന്നും ഇല്ല കേട്ടോ ഹെയറിന്. അതിമനോഹരമായി നമ്മൾ പറ്റിക്കപ്പെട്ടു. പൈസ പോയി ഗൈസ്. അപ്പോൾ എൻ്റെ കുറച്ച് ഇതെന്ന് പറഞ്ഞത് എൻ്റെ ഉപ്പ തന്നതാണ്. ഇതെന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ. റെക്സോണയുടെ ഒരു ശരീര ദുർഗന്ധം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നാട്ടിലുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇപ്പം റെക്സോണയുടെ കമ്പനിയാണ് നമ്മൾ. പിന്നെ അപ്പം നമ്മളിത് യൂസ് ചെയ്യാൻ സ്കൂൾ പോകുമ്പോഴല്ലോ എല്ലാം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റാണ് ഈ ഒരു സംഭവം. നമ്മളെ ചെറുങ്ങനെ ഒന്ന് പൊട്ടിട്ടില്ല, അധികം നമ്മൾ ആക്കിയാൽ നല്ലോണം പൊട്ടും. നമ്മൾ താത്തുന്നുണ്ട്. അപ്പം നമുക്ക് സമയം പോകുന്നു ഗൈസ്. അപ്പം പിന്നെ ഉപ്പ കൊണ്ട് തന്ന ഒരു പെർഫ്യൂമാണ്. ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇതാണ് ഗൈസ് നല്ല എത്രയും 20 ഉറുപ്പ്യൻ്റെ ലിപ്സ്റ്റിക്. ഓ മൈ ഗോഡ്, റെഡ്. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് മേടിച്ചതായിരുന്നു. ഇത് കണ്ടോ, ഇവിടെയെല്ലാം ഇതത്രയും സാധനം ഒരു ചെറിയ അളമാറയിൽ നോക്കിയാൽ ഈ ഒരു തട്ടിലുള്ള സാധനമാണ്. അപ്പം ഇതെല്ലാം ഫുള്ള് വലിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ? എൻ്റെ അനിയനാണ് വീഡിയോ എടുക്കുന്നത്. അയ്യോ വീട് ഗൈസ് മൂഞ്ചി. അതുകൊണ്ട് ഓനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഓനെ ബാക്കിൽ നിന്ന് സംസാരിക്കും. ഓനക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രാത്രി ആയാൽ പിന്നെ ഓനക്ക് നന്നായിട്ട് പനി കൂടും ഗൈസ്. അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അപ്പം ഇന്ന് അവധിയല്ലേ, അപ്പോൾ സ്കൂൾ അവധിയല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് എടുക്കാൻ വിചാരിച്ച്. ഇനി മുതൽ നമ്മളൊന്ന് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് വീഡിയോസിൽ കുറച്ച് ക്ലിയറിൻ്റെ ഒക്കെ കുഴപ്പമുണ്ട്. നമ്മൾ ഇങ്ങനെ പിന്നെ അപ്പം നമ്മൾ അങ്ങ് വേണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ അപ്പം കുറേ ദിവസമായി ഇതെല്ലാം ഫോണിൻ്റെ ഇതൊക്കെ സ്റ്റിക്ക് ഉണ്ടാവില്ലേ, ഇങ്ങനെ ഫോണ് വെച്ചിട്ട് ലൈറ്റൊക്കെ ഉള്ള. അപ്പം അത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കത് ഇതെല്ലാം ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ ആണ് ഗൈസ്. ആ ഒരു സംഭവം ഇതെല്ലാം മേടിക്കണം. അപ്പം അതിനൊക്കെ നിങ്ങൾ ഒന്ന് ഇതാക്കുക. ഇത് നമുക്ക് 2 തട്ടിലുള്ള സാധനം.
സാധനം കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഇതെല്ലാം നോക്കിയോട്ടെ. ഇതെത്ര ഇവളെ മേക്കപ്പ് ഒരു മാസം വരെ മേടിച്ചു നമ്മൾ വൃത്തിയാക്കുമ്പോ ഇതെല്ലാം സ്വാഭാവികമാണ്. ഇത് കണ്ടോ ഇത് കുട്ടീനെല്ലാം കുറെ ഇത് പിന്നെ ഓളെ കളക്ഷൻസ് ആണ്. ഐസക് ഇഷ്വന്റെ പിന്നെ ഇത് അവളെ പറഞ്ഞിട്ട് അറിയില്ല. ഇതെല്ലാം ഓളിയാണ് ഗൈസ്. കണ്ടോ ഇത് ഐലൈനർ ഹെയർ ബാൻഡ് കളക്ട് ചെയ്ത് ഓളോട് ഞാനിങ്ങനെ പറയും തന്നെ കണ്ട് അപ്പൊ ഓളെ ഹെയർ ബാൻഡ് കളക്ഷൻസ് ഇത് ബിസ്ക്കറ്റിന്റെയാണ് ഗൈസ്. കണ്ടോ ഫുൾ അലങ്കോലായി കിടക്കുന്ന. പിന്നെ ഇതെന്റെ ബൊക്കയാണ്. ഞാൻ മങ്ങത്തിനല്ലാതെ ഇത് യൂസ് തന്നെ ചെയ്യലില്ല. പിന്നെ ഇത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ആണ്. ഇത്ര നല്ല 10 ഉണ്ട്. പിന്നെ ഈ ഒരു മേശ ഉണ്ടോ, ഈ ഒരു മേശയിലാണ് വേറെ ഒരു കുറേ ഓളം മേക്കപ്പിന്റെ ഹെയർ ബാൻഡ് അങ്ങനത്തെ എല്ലാമാണ് ഇതിലാണ് ഉള്ളത്. പിന്നെ വാച്ച്. പിന്നെ ഇത് കണ്ടോ കളർ ഹെയർ കളർ. ഇതെല്ലാം എൻ്റെ ഉമ്മാക്ക് മേടിച്ചതാണ്. ഇപ്പൊ ഉപ്പ നമുക്ക് സ്കൂൾ ബാഗെല്ലാം മേടിക്കുമ്പോ മേടിച്ചതാണ്. ഞാൻ വേറൊരു സാധനം കാണിച്ചത് ഇതാണ് ഗേസ്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് വന്ന് എൻ്റെ ബർത്ത്ഡേക്ക്, അതായത് 9th ബർത്ത്ഡേക്ക് അല്ല 10th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്നതാണ്. അപ്പം അടുത്തതിന് അടുത്ത വരുന്ന നവംബറിൽ എനിക്ക് 11 വയസ്സ് പൂർത്തിയാവും. എൻ്റെ ഗ്ലാസ് പൊട്ടി. ഇത് ഞാൻ ഇത് അടക്കുമ്പോൾ ഇത് ഞാൻ നല്ല ബാറിലടക്കായിരുന്നു. ഒറ്റ മേലെയായിരുന്നു ഞാൻ വെച്ചത്. അതുകൊണ്ടോ അതിൻ്റെ ഒറ്റ മേല. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഇത് കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് കുലുങ്ങി ഫുൾ പൊട്ടിയ. അപ്പൊ ഇവിടെയാണ് പൊട്ടിയത്. കണ്ടാൽ നിങ്ങൾ തന്നെ നെട്ടിപ്പോകും. പക്ഷെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഫുൾ അലങ്കോലാണ് കിടക്കല്ല. ഹാപ്പി ബർത്ത്ഡേ ടു മൈ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബെസ്റ്റി. അപ്പം ഇത് എൻ്റെ പെരുന്നാൾ ഫോട്ടോ ആയിരുന്നു. ഇതാണ് ആള് കേട്ടോ. ഇതാണ് ആള്. ഇത് ഞാൻ. അപ്പൊ നിങ്ങൾ ഈ സമയത്തുള്ള എൻ്റെ മുടി നോക്കി. അപ്പൊ നിങ്ങള് ഇവളെ വൃത്തി കണ്ടിട്ടില്ല. കണ്ടോ ഗൈസ്. ഇപ്പൊ ഒരു വൃത്തിയില്ല. ആ സമയത്ത് എൻ്റെ മുടി കണ്ടോ ഗൈസ്. ഈ സമയത്ത് കണ്ടോ. ഇപ്പൊ ഇവള് കൂടിയിട്ട് മുറിച്ചതാണ് ഗൈസ്. അപ്പം ഇല്ല. അവനക്ക് ഫുൾ കൺഫ്യൂസ്. ഞാനൊന്ന് വായിച്ചുതരാം. I wish everyone called me as lucky as me to find a friend who is a very caring, loving, and special as you. Thank you for began in my life. Love you, bestie. ഓള് പ്രാങ്ക് ഒക്കെ തന്നിട്ട് ഈ ഒരു ഐറ്റം തന്നതാണ്. ഇവള് ഉണ്ടാക്കിയതാ കേട്ടോ. ഇത് ഉമ്മ വെറുതെ വെക്കുന്നത്. ഞാൻ കളയാൻ വിചാരിച്ചത്. ഇങ്ങനെ അറിയുമ്പോ അങ്ങനത്തെ പോയി ഇങ്ങനെ നോക്കിയല്ലോ ശരി. ഇതിന്റെ പ്രാങ്ക് വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. നമുക്ക് അപ്പൊ 3 തട്ടു ഇതാ കാലിയായിട്ടുണ്ട്. അപ്പൊ എൻ്റെ അനിയനെ കാണണം. അപ്പൊ ഞാൻ ഫോൺ മേടിക്കാം. ഇതാണ് ഗേസ് എൻ്റെ അനിയൻ. എനിക്ക് ചെറുതായിട്ട് തണുപ്പൊക്കെ പിടിച്ചിട്ട് ഫുള്ള് എന്തെല്ലോ ആയിട്ടാണുള്ളത്. പിന്നെ നമ്മളെ ബെഡ്റൂം വ്യൂ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയില്ല ഗേസ്. ഫുൾ അലങ്കോലായി കിടക്കണം. ബെഡ്ഷീറ്റ് വരെയില്ല. ഫുൾ അലക്കിയ തുണിയാണില്ല. പിന്നെ അത് കാണാതെ നമുക്ക് ടേബിൾ കാണിക്കാൻ പറ്റില്ല. അപ്പം 3 തട്ട് കൂടിയിട്ട് കുറെ ഉണ്ട് ഗൈസ്. കണ്ടോ കണ്ടോ
അപ്പോൾ നമ്മൾ ഇത് എടുത്തു വെക്കാൻ നോക്കുകയാണ്. അയ്യോ എടുത്ത് വെച്ച് ആദ്യത്തെ തട്ടിൽ തന്നെ മേലെ തട്ടിലാണ് വെച്ചത്. ഞാൻ ഈമ കേറാന്ന് വെച്ചാൽ വീകും ഞങ്ങളെ വെക്കുന്ന തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ കർബൻ എല്ലാം വെച്ചിട്ടുണ്ട്. കർബനെ മൂടിക്കോടാൻ ഇന്ന് വൃത്തിയാക്കിയാൽ ഇന്ന് രാത്രി തന്നെ അലങ്കോലാവും. നമ്മൾ തുടങ്ങുന്ന ദിവസം, അതായത് നമ്മൾ എവിടെയൊക്കെ പോകുന്ന ദിവസത്തിൽ നമ്മള് നാളെയോ മറ്റന്നാളെയോ ഇത് തുറന്നു കഴിഞ്ഞാൽ അത് അപ്പം അലങ്കോലായിരിക്കും. ആ മേലത്തെ സെറ്റ് മേലത്തെ സെറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുള്ളൂ. പിന്നെ ബ്രൈറ്റ്നസ് കിട്ടുന്നു. വേണ്ടല്ലോ. അപ്പം സെക്കൻഡ് തട്ടാണ് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മള് ഇതാണ് വെച്ചത്. മറ്റേ നമ്മള് രണ്ടാമത്തെ തട്ടില് ഫുള്ള് സ്പ്രേ ആണ് വെക്കുന്നത് തോന്നുന്നു. 3 സ്പ്രേ അല്ല ഇവള് പ്യൂസും എല്ലാം വെച്ചിട്ടുണ്ട്. പെർഫ്യൂം പിന്നെ ഇവളെ കോമ്പാക്ട് വെച്ചിട്ടുണ്ട്. 2 ബേബി ക്രീം ഉണ്ട്. എന്തെല്ലാം ഉപ്പാനെ കൊണ്ട് വാച്ച് വെച്ചിട്ട് അതെന്താ ഇവിടെ നല്ല കറുപ്പാണ്. അതുകൊണ്ട് പൈസ കളകാനുള്ള ഗെറ്റ് ബ്രൈറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ഒരു ഐലൈനർ കോമ്പാക്റ്റ്. ഇത് ബ്ലൂ ഹെവൻ ഗെറ്റ് ബ്രൈറ്റ് കോമ്പാക്റ്റ് പൗഡർ ആണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇത് ഇതല്ല സോറി എന്നു പറയാ ഫൗണ്ടേഷൻ. പിന്നെ ഇവിടെ അത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുക്കെ എന്തോ സാധനം ഉണ്ടല്ലോ. നല്ല പൊടി തോന്നത്തിയാണ്. യൂസ് ചെയ്യുന്ന നിവയുടെ ഒരു ലിപ്സ്റ്റിക് ലിപ് ബാം. ഇപ്പം ആണോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഉമ്മയുടെ കാജലാണ് ഗൈസ്. കാജലയുടെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവള് ഇത് മറ്റേത് ഞാൻ ഉപയോഗിക്കുന്ന ഡാസ്ലറിൻ്റെ കൺമഷി. അങ്ങനെ അടുത്തത് പിന്നെ ഒരു പണ്ടത്തെ ഒരു ഇത് ഐലൈനർ. ഇവള് കണ്ടോ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ബേബി പൗഡർ വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിവാവയാണ് പൗഡർ. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് കുഞ്ഞിവാവൻ്റെയാണ്. പിന്നെ നമ്മളെ റെക്സോണ വെച്ചിട്ടുണ്ട്. ബഡ്സ് അതും മേലെ തന്നെയാണ് വെച്ചത്. ഇതും മേലെ തന്നെയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു. ഇങ്ങനെ എന്തിനാണ് ടെൻഷനാണ് കത്തറ്. പിന്നെ മൂടി പോയ ലിപ്സ്റ്റിക് അത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം മേടിച്ചായിരുന്നു. പിന്നെ ഉമ്മയുടെ ഫെയർ ലവ്ലി. പിന്നെ ഇത് എന്താ പറയുക അലോവേര ജെല്ലിയാണ്. അലോവേര ജെല്ലിയാണ്. ക്ലിയർ ജെല്ല്. ഈ കുറേ സാധനം ഇവള് കുറച്ച് സാധനം ഉമ്മ തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു മലമുടിൻ്റെയും അങ്ങനത്തെ തന്നെയാണ്. ഫെയർ ലോലിയാണ് കേട്ടോ. ഫേസിൽ അധികം യൂസ് ചെയ്യുമ്പോൾ അതാണ് ഉമ്മക്ക് അധികം മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഉമ്മ മേക്കപ്പ് ഒന്നും അധികം ഇടലില്ല. ആവശ്യത്തിന് പോകുമ്പോ ഇടും. അങ്ങനെയൊക്കെയാണ്. പിന്നെ മംഗളത്തിന് ക്രീം മംഗളത്തിന് ഐലൈനർ ഒക്കെ ഇടും. പിന്നെ ഞാൻ മംഗളത്തിന് വെച്ച ഫിറ്റ്മിൻ്റെ സാറാമ പിന്നെ എന്തിൻ്റെ പേര് അപ്പൊ ഇത് പ്രൈമർ ഇപ്പൊ 2 തട്ടി ഏകദേശം റെഡിയാൻ ആയിട്ടുണ്ട്.
പ്രീമെയ്ഡിൻ്റെ സൺസ്ക്രീനാണ് ഡോക്ടർ ഷീറ്റ്സിൻ്റെ. ഇതെല്ലാം പണ്ടേത്തെയാണ് ഗൈസ്. ഇതെല്ലാം ഉമ്മ ഇപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടോ അപ്പം ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരാം. നല്ല അടിപൊളിയായ ഫുള്ള് കാണിച്ചിട്ടില്ല. ഓടി വിചാരിച്ചിട്ട് നമുക്ക് പൂട്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. എന്നാൽ അവൻ്റെ ആഗ്രഹം നടക്കാം. നമ്മളെ ബെഡ്റൂമിൻ്റെ ഇതൊക്കെ കണ്ട് ഇനി നമ്മൾ ബെഡ് ഇത് വീഡിയോ ഓഫാക്കി നമ്മൾ അപ്പുറം കാണിച്ചു തരാം. നമ്മുടെ സ്റ്റഡി ടാബ്. അപ്പം ഇതാണ് സ്റ്റഡി ടേബിൾ. ഇതൊക്കെ നമ്മൾ ഇത് എൻ്റെ അനിയനാണ് വൃത്തിയാക്കാൻ പറ്റും. അതാണ് ഇന്ന് പിടിച്ച ഒരൊറ്റ മീനാണ് ഗേസ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് നല്ല ഇത് ഞാൻ പിടിച്ചതൊന്നല്ലേ. പിന്നെ ഇത് കുറേ ഉണ്ട്. ഇത് നമ്മൾ പണ്ടേ വെക്കുന്നതാണ്. വൃത്തിയാക്കിക്കോ. ഇത് ഇവനാട്ടോ വൃത്തിയാക്കുന്നത്. ഇത് ഫുള്ള് ഇത് ഞാനാണ് വൃത്തിയാക്കുന്നത്. വേഗം ബുക്കെല്ലാം ഇതെല്ലാം 3ാം ക്ലാസ്സിലെ ബുക്കാണ്. പിന്നെ ഇതിൽ ഞാൻ എവിടെയോ നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ബുക്കാണ്. 3 ബുക്കായി. ഇതാണ് ഗൈസ്. ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലേ ഗൈസ്? ഇതാട്ടോ ഞാൻ ഇപ്പം ഇത് 3ാം ക്ലാസ്സിലെ ഫോട്ടോ ആണ്. 3rd B. ഇത് നമ്മുടെ ഹെഡ് മാസ്റ്റർ സിദ്ദീഖ് മാഷ്. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബൊമ്മച്ചയുടെ അകത്ത് കാണുന്നില്ല എങ്കിലും ഇതാക്കണ്ടല്ലോ ലാസ്റ്റ് ഇരുന്നത് ഇതൊക്കെ. അപ്പം ഓന് ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നും വൃത്തിയാക്കണ്ട. ഇതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് മതിയാ. ഇങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ അത് ഇവിടെ നിന്നോട്ടെ. ഇവിടെ ഇവിടെ നിന്നോട്ടെ. ഇതവിടെ നിന്നോട്ടെ. അവിടെ നിന്നോട്ടതാ. ഇത് പൊതിയാണ്. ബാക്കി വന്ന പൊതി. ബാക്കി വന്ന പൊതി ഇതും ഇവിടെ നിന്നോട്ടെ. ഇത് ഭൂരിഭാഗവും ഞാൻ ഇത് ചെയ്യുന്നത്. ഈ ഒരു കുഞ്ഞായിട്ട് ഇരുന്നോട്ടെ. കുഞ്ഞായിട്ട് നമ്മൾ ഈരാണ് വിളിച്ചിടുന്ന ഇത് ഈ ഹെയർ ബെഞ്ച് ഇവിടെ ഇതും ഇവിടെ ഇത് ഫുള്ള് ഗെയിംസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ അല്ല ഒരു സാധനം സ്ലൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. അതൊന്നും എടുത്തു വെക്കാനില്ല. ഇതല്ല 1ാം ക്ലാസ്സിലാണ് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ഇതാ ഇന്ന ലാസ്റ്റ് ഒന്നും കൂടി ആയിട്ടില്ല. അപ്പം ഇത്ര ഫുള്ള് ഇതാ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ടുണ്ട്. എൻ്റെ അനിയത്തിൻ്റെ പമ്പേഴ്സ് താഴെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഓന്. അപ്പം നമ്മൾ ഷെൽഫും കൂടി കാണിച്ചു തരാം. ഷെൽഫും കൂടി ഇതാണ്